Good morning, ma'am. Hello, good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. ഇല്ല മാം, ക്ലാസ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാന്നോർത്താ. ക്ലാസ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുള്ളൂ? ഫുഡ് കഴിച്ചു മാം. കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ചെയ്തോളൂ കേട്ടോ. ഗോഡ് മാം, ഞാനാണ് പ്രയറെ. God, I need you every day, every moment, every second. As long as I am breathing, I need you. I cannot face this world alone. Oh God, you are the only reason I have made it this far. I pray that you will never let go of my hand in the year 2026. If God has been good to you, Amen. മാം കേക്കായിരുന്നോ? ചെറുതായിട്ടാ കേട്ടത്, കുഴപ്പമില്ല. അല്ല മാം, ചൊല്ല. മാം കേക്കായിരുന്നോ? എന്താ? പ്രയർ കേക്കായിരുന്നോ? കേട്ടു 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 കേട്ടോ. ചെറുതായിട്ടാണ് കേട്ടതെങ്കിൽ കേട്ടു, അത് മതി. ഓക്കെ, സൈൻ ചെയ്യുന്നുണ്ടോ? Good afternoon all. I am Reshma here. Today my role is to sign in class. Once again, a warm good afternoon all. And I warmly welcome Ashwati Miss for today's class. And I will lovely welcome all my colleagues for today's class. Let us start our class. Thank you. Okay. Then thought of the day? Ma'am, thought of the day. Learn from yesterday's, leave for today, hope for tomorrow. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. പിന്നെ വേറൊരു പാരഗ്രാഫും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആണോ? ശരിയല്ലേ? Yes, ma'am. അത് നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചു നോക്കിയായിരുന്നോ? യെസ് മിസ്, വായിച്ചു നോക്കിയായിരുന്നു. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. നിങ്ങൾക്ക് സെമിനാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും മിസ്സുമാര്? സെമിനാർ ഇല്ല മാം, പറഞ്ഞിട്ടില്ല അല്ലെ? ഇല്ല. സെമിനാർ പ്രസന്റ് ചെയ്യണം കേട്ടോ ക്ലാസ്സില്. നമ്മൾക്ക് വൈവേയില് സെമിനാറിന് മാർക്ക് ഉണ്ട് PG സ്റ്റുഡൻസിന്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PG ക്ലാസ്സിൽ നിങ്ങൾക്ക് ടോപ്പിക് സെലക്ട് ചെയ്തിട്ട്
ആ മിസ്മാരുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെമിനാർ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ മാർക്ക് ഇവിടെ ഞങ്ങൾ എഴുതും. ഇനി ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാത്ത ഉള്ള കുട്ടികളാണെങ്കിൽ വൈവ സമയത്ത് സെമിനാറിനെ കുറിച്ച് പറയാനായിട്ട് പറയും. അപ്പൊ ഒരു 2 to 3 minutes കൊണ്ട് എന്ത് ചെയ്യണം, അത് ബ്രീഫ് ചെയ്യേണ്ടതായിട്ട് വരും. 10 minute ആണ് വൈവ. അതിനുള്ളിൽ നമ്മൾ സെമിനാർ അവിടെ പറഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് മാർക്ക് ഉണ്ട് കേട്ടോ സെമിനാറിന്. അപ്പൊ ക്ലാസ്സിൽ നമ്മൾ സെമിനാർ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് വൈവ സമയത്ത് സെമിനാർ അവതരിപ്പിക്കേണ്ട. ഓക്കെ, ഏത് ടീച്ചറാണോ വൈവ എടുക്കുന്നത് ആ ടീച്ചർക്ക് പാസ് ചെയ്യും. ഇപ്പൊ എന്റെ ക്ലാസ്സിലാണ് നിങ്ങൾ സെമിനാർ അവതരിപ്പിച്ചതെന്ന് വിചാരിക്കുക. പക്ഷെ ഞാൻ എല്ലാ വൈവ എടുക്കുന്നതെങ്കിൽ വേറെ ടീച്ചർക്ക് ആ മാർക്ക് പാസ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് വരിക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെമിനാർ നമുക്ക് അവതരിപ്പിക്കാം. ഓക്കെ, അപ്പൊ 2 ലാംഗ്വേജിലും ചെയ്യാവോ? മലയാളത്തിലും ഏതെങ്കിലും ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ ചെയ്താൽ മതി കേട്ടോ. അല്ല, ഇപ്പൊ 2 സെമിനാർ എടുക്കുമ്പോ മാം പറഞ്ഞില്ല, സെമിനാർ എടുക്കുമ്പോ 2 ലാംഗ്വേജ് യൂസ് ചെയ്യാവോ? 2 ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഓക്കെ, 2 ലാംഗ്വേജ് യൂസ് ചെയ്യാം കേട്ടോ. പറഞ്ഞു. നമ്മുടെ PG-യുടെ ബേസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണോ സെമിനാർ അതെ എടുക്കുന്നത്? അതെ, PG-യുടെ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ, ഡിപ്ലോമ അല്ല, PG. അപ്പൊ മാം ഒരു മാം ഇപ്പൊ പഠിപ്പിക്കുന്ന സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞല്ലേ, അപ്പൊ അതിനകത്ത് ഒരു ഹെഡിങ്, ഒരു ചാപ്റ്റർ, ഒരു മീനിങ് ഓഫ് സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് തന്നിട്ട് അത് നമ്മളോട് വിശദീകരിച്ച് പറയാനാണോ പറയുന്നത്? അതെ അതെ, സെമിനാർ എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യണത് അതുപോലെ തന്നെ ചെയ്യാന്നുള്ളതാണ്. ഒരു ടോപ്പിക് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നില്ല സെമിനാർ, നമ്മൾക്ക് ഈ ചാപ്റ്റർ കഴിയട്ടെ, വേറൊരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിലാകും. അപ്പൊ പറയാട്ടോ ഏതൊക്കെ ടോപ്പിക്കാണ്, ഞാൻ അപ്പൊ തരാം ടോപ്പിക്കുകളൊക്കെ. ഓക്കെ മാം. ഒരു ദിവസം 4-5 പേര് എന്ത് ചെയ്താൽ മതി, സെമിനാർ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ് മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് പ്രസന്റ് ചെയ്യാം. ക്ലാസ്സിൽ അന്ന് എടുക്കുന്ന ടോപ്പിക്കുകൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് സെമിനാർ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ഒന്നും കൂടി മനസ്സിലാവല്ലോ ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്റർ ഇങ്ങനെ പോട്ടെ, ഞാൻ തന്നെ പറഞ്ഞുതരാം. അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, അത് ഞാൻ എടുക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ആണ്. അതുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് സെമിനാറുകൾ തരാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഇൻസ്പെക്ഷൻ ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് വായിച്ചോളൂ, മൈൻഡിൽ റീഡ് ചെയ്യാം കേട്ടോ. ഒരു 13 പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഒച്ചത്തി വായിക്കണോ? എന്താ വായിക്കണോ? ഒച്ചത്തി വായിക്കണോ? ഒച്ചത്തി വായിക്കണ്ട, മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. ഓക്കെ മാം. മിസ് അടുത്ത പോയിന്റ് ഒന്ന് കാണിക്കോ? കാണിക്കാം. ഓക്കെ,
മിസ്സേ അടുത്ത പോയിന്റ്. ഓക്കെ കാണിക്കാം. അടുത്ത പേജ് ആണോ? 9ാമത് തുടങ്ങിയാണോ? അതെ മാം. ഓക്കെ. അയച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഞാന് ഓരോ പോയിന്റുകളും ഓരോ ആളുകൾ വായിക്കാം കേട്ടോ. ഒരു 5 പോയിന്റ് വരെ ഒരാൾ വായിക്കാം, എന്നിട്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. പിന്നെ അടുത്തൊരു 5 പോയിന്റ് വേറൊരാൾ വായിക്കാം. അങ്ങനെ മാറി മാറി വായിക്കാം കേട്ടോ. ആരാണ് ആദ്യത്തെ 5 പോയിന്റ് വായിക്കുക? ഉറക്കെ വായിക്കും. ആര് വായിക്കും? രേഷ്മ. വായിച്ചോട്ടെ. രേഷ്മ. Principles of good inspections. Inspection, in order to be effective and fruitful, should be conducted according to certain principles which may be listed as: first one, principle of general growth. Check-up should contribute to the general capability of the school and to the experienced growth of the teacher. Second point, principle of understanding. Inspection should be done very sympathetically. An inspector should carry with him an affluence of sympathy. Third point, principle of mathematical attitude. Inspection implies the impartial knowledge of facts. The inspector must maintain a scientific and critical attitude and should be free from intolerance. Fourth point, principle of thoroughness. Inspection should be very sweeping and thorough. It should not merely be concerned with the financial aspects of school management and governmental details, but should cover all aspects of school work. Fifth point, principle of esprit de corps. Inspectors should try to access the spirit of a school in addition to its guidance work. The spirit of school may be gauged from the records of staff meetings, co-curricular activities, and any empirical work done in educational methods. The standard of discipline on the playing field and outside the class in a sure index of the spirit of a school. ഓക്കെ. നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലെ. ഇൻസ്പെക്ഷന്റെ തത്വങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഒരു ഗുഡ് ഇൻസ്പെക്ഷൻ ഉണ്ടാവേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഫലപ്രദവും അതുപോലെ തന്നെ പ്രയോജനകരവും ആകണമെങ്കിൽ ചില തത്വങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. ആ തത്വങ്ങളെ കുറിച്ചിട്ടാണ് ഓരോ പോയിന്റിലായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ ഗ്രോത്ത്. ഞാൻ ഇനി വായിക്കണ്ടല്ലോ, അത് രേഷ്മ വായിച്ചതാണ് കേട്ടോ. വായിക്കണ്ടല്ലോ? വേണ്ട മാം. വേണ്ട. ഓക്കെ. ജനറൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്കൂളിന്റെ മൊത്തത്തിലുള്ള നിലവാരം, ക്വാളിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കണം.
പിന്നെ അതുപോലെ തന്നെ അധ്യാപകരുടെ അറിവും കഴിവും തൊഴിൽപരമായിട്ടുള്ള വളർച്ചയും വർദ്ധിപ്പിക്കാനും ഇൻസ്പെക്ഷൻ സഹായിക്കണം. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ മൊത്തത്തിലുള്ള നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നായിരിക്കണം. അതുകൂടാതെ അധ്യാപകരുടെ അറിവ്, അവരുടെ കഴിവ്, തൊഴിൽപരമായിട്ടുള്ള വളർച്ച വർദ്ധിപ്പിക്കാനും ഇൻസ്പെക്ഷൻ എന്ത് ചെയ്യണം? സഹായിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല്? അതായത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാല് സൗഹൃദത്തോടെയും, അതായത് നല്ല രീതിയിൽ, നല്ല ഫ്രണ്ട്ലി ആയിട്ടും നല്ല രീതിയിലുള്ള ഒരു സഹാനുഭൂതിയോടും വേണം എന്ത് ചെയ്യാൻ? ഇൻസ്പെക്ഷൻ നടത്താൻ. ഓക്കെ, അപ്പൊ സൗഹൃദത്തോടെ നടത്തണം, അതുപോലെ തന്നെ സഹാനുഭൂതിയോടെ എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻസ് നടത്തണം. അപ്പൊ ഇൻസ്പെക്ഷന് വരുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കാനായിട്ട് പാടില്ല. അതായത് കൂടെയുള്ള ആ സ്കൂളിലുള്ള ടീച്ചേഴ്സിന് തോന്നണം ഇദ്ദേഹം ഒരു സിമ്പത്തറ്റിക് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഇദ്ദേഹം വളരെ ടോളറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ആർക്ക് തോന്നണം? ടീച്ചേഴ്സിന് തോന്നണം. അതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം, ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ കരുണയും അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന മനോഭാവവും പുലർത്തണം. അതായത് കരുണയുള്ള ഒരാളായിരിക്കണം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു മനോഭാവമുള്ള ആളായിരിക്കണം. കുറ്റം കണ്ടെത്തുക മാത്രമല്ല, പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആളുകളെ സഹായിക്കാനും ആര് ശ്രമിക്കണം? ഈ ഒരു ഇൻസ്പെക്ടർ ശ്രമിക്കേണ്ടതുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദെൻ മൂന്നാമത്തെ പോയിന്റ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല്? അതായത് ശാസ്ത്രീയമായിട്ടും നിഷ്പക്ഷവുമായിട്ടുള്ള സമീപനം ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഥാർത്ഥ വസ്തുതകളുടെ വെളിച്ചത്തിലായിരിക്കണം എന്ത് നടത്തേണ്ടത്? ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ഷന് ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടായിരിക്കണം, വിമർശനാത്മകമായിട്ടുള്ള സമീപനം ഉണ്ടായിരിക്കണം. അതായത് തികച്ചും സയന്റിഫിക് ആയിട്ട് വേണം എന്ത് നടത്താൻ? ഇൻസ്പെക്ഷൻസ് നടത്താൻ. മിത്തുകളുടെ ഒന്നും അതില് അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഇൻസ്പെക്ഷൻസ് നടത്താനായിട്ട് പാടില്ല. പിന്നെ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്പൺ ആയിട്ട് അത് പറയാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള അവകാശം ആർക്കുണ്ട്? ഇൻസ്പെക്ടർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പക്ഷാപാതമോ മുൻവിധിയോ ഉണ്ടാകാനായിട്ട് പാടില്ല. പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അതായത് ചിലപ്പോൾ ഇൻസ്പെക്ടറിന്റെ അടുത്ത ബന്ധങ്ങളൊക്കെ ടീച്ചേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും സ്കൂളില്. അപ്പൊ അവരോട് പാർഷ്യാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും കാണിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ വസ്തുതകളെ അടിസ്ഥാനമാക്കി മാത്രമാണ് എന്ത് നടത്തേണ്ടത്? ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്. ക്ലിയർ ആണോ? മനസ്സിലായോ മാത്തമാറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്? യെസ്. നാലാമത്തെ പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് തൊറാനസ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് തൊറാനസ് എന്ന് പറഞ്ഞാല്? സമഗ്ര പരിശോധനയുടെ തത്വമാണ്. അതായത് ഇൻസ്പെക്ഷൻ എല്ലാ മേഖലകളും ഉൾപ്പെടുത്തി സമഗ്രമായിട്ട് എന്ത് ചെയ്യണം? നടത്തണം. എല്ലാ മേഖലയെയും കവർ ചെയ്തിട്ടായിരിക്കണം എന്ത് നടത്തേണ്ടത്? ഇൻസ്പെക്ഷൻസ് നടത്തേണ്ടത്. പിന്നെ അതായത് സ്കൂളിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാതെ, എന്ത് നോക്കണം? അതായത് കുട്ടികളുടെ പഠന നിലവാരം, ടീച്ചിങ് എങ്ങനെയാണ്, വിദ്യാർത്ഥികള്, ലാബ്, ലൈബ്രറി, ഓഫീസ്, ഡിസിപ്ലിൻ തുടങ്ങിയ എല്ലാ മേഖലകളും ആര് പരിശോധിക്കേണ്ടതുണ്ട്? ഇൻസ്പെക്ടർ പരിശോധിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് തൊറാനസ്. സമഗ്രതയാണ് കേട്ടോ. തൊറാനസിന്റെ മീനിങ് വരുന്നത് എന്താണ്? സമഗ്രത. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് സ്പിരിറ്റ് ഡി കോർപ്സ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സംഘബോധം. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാഫ് മീറ്റിങ്ങുകള്, പിന്നെ സഹപാഠ്യ പ്രവർത്തനങ്ങള്, ഡിസിപ്ലിൻ, കളിസ്ഥലത്തെ പെരുമാറ്റം എന്നിവയിലൂടെ സ്കൂളിന്റെ കൂട്ടായ്മ മനസ്സിലാക്കാനായിട്ട് പറ്റും. എത്രത്തോളം യൂണിറ്റിയോട് കൂടിയാണ്, എത്രത്തോളം കോപ്പറേഷനോട് കൂടിയിട്ടാണ് ആ സ്കൂള് പോകുന്നതെന്ന് അറിയാനായിട്ട് സ്റ്റാഫ് മീറ്റിങ്ങുകളിലൂടെ അറിയാൻ പറ്റും. പിന്നെ മറ്റു പ്രവർത്തനങ്ങളിലൂടെ അറിയാൻ പറ്റും, ഡിസിപ്ലിനിലൂടെ അറിയാൻ പറ്റും. പിന്നെ പ്ലേ ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബിഹേവിയറിലൂടെയും ഇത് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ,
അപ്പോ ഈ സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് ഇതാണ്: ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, സഹകരണം, അഭിമാനം, വിശ്വസ്തത. ഇതിനെയാണ് ഈ സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം യൂണിറ്റി ഉണ്ടാവണം, കോപ്പറേഷൻ ഉണ്ടാവണം, ആത്മാഭിമാനം ഉണ്ടാവണം, വിശ്വസ്തത ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അതാണ് 5ാമത്തെ പോയിന്റ് വരെ ഞാൻ പറഞ്ഞു നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ 5 പോയിന്റ് വരെ പറഞ്ഞതില്? ഇല്ല. മാം, ആ ലാസ്റ്റത്തെ പ്രിൻസിപ്പൾ ഓഫ് സ്പീഡ് ഡി ക്രോപ്പ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? അതായത് ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, പിന്നെ സഹകരണം, അഭിമാനം, വിശ്വസ്തത എന്നിവയാണ് നമ്മൾ ഈ സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. സ്ഥാപനത്തിലെ വ്യക്തികൾ തമ്മിലുള്ള കോർഡിനേഷൻ, യൂണിറ്റി, ഇതൊക്കെ ഇതിനെയാണ് ഈ സ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ 6ാമത്തെ പോയിന്റ് തുടങ്ങി 10ാമത്തെ പോയിന്റ് വരെ വായിച്ചോളൂ കേട്ടോ. ആരെങ്കിലും വായിക്കാനുണ്ടോ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ, വായിച്ചോളൂ. Principles of appreciation. The individualism of the teacher's method should be respected. The inspector should not insist on suicidal uniformity. He should try to understand the methods employed by the teachers and enjoy the good points they contain. 7th one, principles of justice. The inspectors should be judicious in their criticism of the work of the teachers. They should not be scrooge in giving praise when it is deserved. 8th one, principle of all-round progress. Inspection should not be careless in character. At least 2 or 3 days should be dedicated. The work of the teacher should not be judged in a few minutes. More careful and longer surveillance is necessary. Doing is always better than telling. Manifestation lessons by an inspector are more useful than pages of suggestions. However, it must be stressed that when an inspector finds a class weak in a subject or finds unsatisfactory methods being used by the teacher, such a step is likely to lower the reputation of the teacher in the eyes of the students. 9th, principle of reality. The inspecting staff should not expect inconceivable. They should understand the local conditions perfectly well and when decide for themselves what progress may be legitimate by expected. 10th, principle of integration. The written work of the students should be carefully accessed. In the case of subjects with practical work such as science, agriculture and drawing, the appraiser should always get practical work done by the students. 10 വരെ അല്ലേ മിസ്? അതെ, മതി. അപ്പൊ 6ാമത്തെ നമുക്കൊന്ന് നോക്കാം. 6ാമത്തെ പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് അപ്രീസിയേഷൻ. എന്താണ് അത്? ഇൻഡിവിജ്വലിസം ഓഫ് ദ ടീച്ചേഴ്സ് മെത്തഡ് ഷുഡ് ബി റെസ്പെക്റ്റഡ്. അതായത് ഓരോ അധ്യാപകനും സ്വന്തം അധ്യാപന രീതിയുണ്ട്, അത് ബഹുമാനിക്കണം. ശരിയാണോ? ഓരോ ടീച്ചേഴ്സും വ്യത്യസ്തമായിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്? എല്ലാവരും ഒരേപോലെയാണ് എടുക്കുന്നത്? അല്ല മാം, ടീച്ചിങ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ് അല്ലേ? ആ. എല്ലാവർക്കും ഒരേപോലെ എടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇല്ല. ഓരോ ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ടീച്ചിങ് സ്റ്റൈൽ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവർ ക്ലാസ് എടുക്കുക അല്ലേ? അതെ. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കണം. ടീച്ചേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അവരുടെ ടീച്ചിങ് സ്റ്റൈൽ ഡെവലപ്പ് ആയി വരുന്നത്. അപ്പൊ ഓരോ അധ്യാപകനും സ്വന്തമായിട്ടുള്ള ഒരു ടീച്ചിങ് സ്റ്റൈൽ ഉണ്ട്. അത് ഇൻസ്പെക്ടർ ബഹുമാനിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ എല്ലാവരും ഒരേ രീതിയിൽ പഠിപ്പിക്കണം എന്ന് നിർബന്ധിക്കാനായിട്ട് പാടില്ല അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ PG ക്ലാസ്സിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്, ജിഷു ടീച്ചർ എടുക്കുന്നുണ്ട്, ആതിര മിസ് എടുക്കുന്നുണ്ട്, മിലു മിസ് എടുക്കുന്നുണ്ട് അല്ലെ? എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലിലല്ലേ പഠിപ്പിക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിലാണ് അവർ പഠിപ്പിക്കുന്നത് അല്ലെ? അതെ. അപ്പൊ ഞാൻ എടുക്കുന്നത് പോലെ മറ്റുള്ള ടീച്ചേഴ്സ് എടുക്കാൻ വാശി പിടിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇല്ല, പാടില്ല. അങ്ങനെ ചെയ്യരുത് കേട്ടോ. എല്ലാവർക്കും അവരുടെ ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് കയറിയാലും നിങ്ങളെ ഇപ്പൊ ബിസ്മിയക്കുള്ള ടീച്ചിങ് സ്റ്റൈൽ ആയിരിക്കില്ല രേഷ്മയ്ക്ക് ഉണ്ടാവുക, രേഷ്മയ്ക്കുള്ള ടീച്ചിങ് സ്റ്റൈൽ ആയിരിക്കില്ല ജോസ്മിക്ക് ഉണ്ടാവുക, ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ ബിസ്മിയെ പോലെ തന്നെ പഠിപ്പിക്കണമെന്ന്
മറ്റ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റ് അവരെ നോക്കിക്കൊണ്ട് മറ്റു ആളുകൾ വാശി പിടിക്കാനായിട്ട് പാടുള്ളതല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഓക്കെ, ഓരോ അധ്യാപകനും ഓരോ അധ്യാപന രീതിയുണ്ട്. എല്ലാവരും ഒരേ രീതിയിൽ പഠിപ്പിക്കണമെന്ന് നിർബന്ധിക്കരുത്. പിന്നെ അധ്യാപകർ ഉപയോഗിക്കുന്ന നല്ല രീതികൾ മനസ്സിലാക്കി അവയെ അഭിനന്ദിക്കണം. അതായത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നല്ല കാര്യങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. അതായത് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാം? വിമർശനം നടത്താം. പക്ഷെ വിമർശനം ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ആ അതായത് ആ ഒരു ക്രിട്ടിസൈസേഷൻ എന്ന് പറയുന്നത് നീതിപൂർവമായിരിക്കണം, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ളതാണ് ഒന്നായിരിക്കണം എന്നാണ് പറയുന്നത്. ജസ്റ്റിസബിൾ ആയിരിക്കണം കേട്ടോ. ജസ്റ്റിസ് ഉണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം. നമുക്ക് വിമർശിക്കാം, പക്ഷെ അതൊരു കാരണം ഉണ്ടായിരുന്നു, റീസൺ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്, എന്താണ് തെറ്റ്, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാരണം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ അർഹിക്കുന്ന ആളുകൾക്ക് നമ്മള് എന്താ പറയാ, പ്രശംസ, അപ്രീസിയേഷൻ കൊടുക്കാനായിട്ട് മറക്കരുത് എന്നും ഇവിടെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ടീച്ചേഴ്സ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അവർ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിനെ അഭിനന്ദിക്കാനായിട്ട് എന്ത് ചെയ്യരുത്? മറക്കരുത്. ഓക്കെ, എട്ടാമത്തേതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓൾറൗണ്ട് പ്രോഗ്രസ്. അതായത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അശ്രദ്ധമായിട്ട് നടത്താനായിട്ട് പാടില്ല. സമഗ്രമായ പരിശോധനയ്ക്ക് ആവശ്യമായ സമയം നൽകണം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പെക്ടർ വന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് അപ്പൊ തന്നെ മാർക്കിട്ട് പോകും അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഇൻസ്പെക്ടേഴ്സ് വന്നു കഴിഞ്ഞാല് അറിയുന്നതായിരിക്കും അല്ലേ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഒരു 2-3 ദിവസമൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാനും മിനിറ്റുകൾ കൊണ്ട് അധ്യാപകനെ വിലയിരുത്താനായിട്ട് പാടില്ല. ഒരാളെ നമ്മൾ കണ്ടു, ഒരു ടീച്ചറെ കണ്ടു, ആ ടീച്ചറുടെ രൂപം അങ്ങനെയാണെന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ആ ടീച്ചറെ എന്ത് ചെയ്യരുത്? അൺഎസ്റ്റിമേറ്റ് ചെയ്യരുത്. മനസ്സിലായോ? ചിലപ്പോ ടീച്ചേഴ്സിന്റെ കോലമൊക്കെ എന്തായിരിക്കും? കാണാൻ ചിലപ്പോ അധികം ഭംഗിയൊന്നും ഉണ്ടാവില്ല അല്ലെ? ഭംഗിയില്ലെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവര് നന്നായിട്ട് പഠിപ്പിക്കില്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. ഓക്കെ, ചിലപ്പോ ഒരു ലിങ്കും ഇല്ലാത്ത ടീച്ചർമാരായിരിക്കും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ അതിനെ നമ്മൾ, അതായത് ഒരു കുറച്ച് നേരത്തെ ഒരു പരിചയം കൊണ്ട് എന്ത് ചെയ്യരുത്? ടീച്ചറെ ടീച്ചർക്ക് വിലയിടാനായിട്ട് പാടുള്ളതല്ല. പിന്നെ ഇൻസ്പെക്ടർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മോഡൽ കാണിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും എന്താ നല്ലത്? നമ്മൾ മോഡൽ കാണിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എഴുതി നൽകുന്ന നിർദ്ദേശങ്ങളെക്കാള് ഡെമോൺസ്ട്രേഷൻ ലെസൺ കൂടുതൽ പ്രയോജനകരമാണ്. നമ്മൾ എന്ത് കാര്യം എഴുതി കൊടുക്കുന്നതിന് പകരം അതൊന്ന് പ്രസന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവാം. അപ്പൊ ആ കാര്യങ്ങള് ചെയ്യണം എന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഒരു സെക്കൻഡ്, ക്ലാസ്സില് സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ചിട്ട് അധ്യാപകനെ വിമർശിക്കാനോ അതുപോലെ തന്നെ അധ്യാപകനെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യരുത്. കാരണം അത് കുട്ടികൾക്ക് മുമ്പില് ടീച്ചറിന്റെ ഒരു മാന്യത കുറയ്ക്കാനായിട്ട് അത് സഹായിക്കുള്ളൂ കേട്ടോ. അപ്പോ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യരുത്? ഒരിക്കലും ടീച്ചറെ അപമാനിക്കാനോ വിമർശിക്കാനോ പാടില്ല. വേണമെങ്കിൽ മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യാം? കാര്യം പറയാം. അതിന് പകരം ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ടീച്ചറിന്റെ വില അവിടെ കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഓൾറൗണ്ട് പ്രോഗ്രസ്. ക്ലിയർ ആണോ? Yes, miss. നെക്സ്റ്റ് 9th പോയിന്റ് ആണ് കേട്ടോ, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്? അതായത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കരുത്. റിയാലിറ്റിക്കും അപ്പുറമുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്? ചിന്തിച്ചു കൂട്ടരുത്. ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ഫാന്റസി എന്നൊക്കെ പറയുമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിഫൻസ് മെക്കാനിസം.
ഇങ്ങനെയാകണം, അല്ലെങ്കിൽ എന്റെ സ്കൂൾ ഇങ്ങനെയാവണം, എന്റെ ടീച്ചർ ഇങ്ങനെയാവണം, എന്റെ കുട്ടികൾ ഇങ്ങനെയാണെന്ന് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷകൾ വെക്കാനായിട്ട് പാടുണ്ടോ? ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളുണ്ട്. അതിലേക്കൂടെയാണ് ഓരോ ആളുകളും കടന്നു പോകുന്നത്. ഓരോ സ്കൂളുകളായാലും അങ്ങനെയാണ് കടന്നു പോവുക. അപ്പൊ അതീതമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല. കുട്ടികളുടെ, അതായത് സ്കൂളിന്റെ സാഹചര്യങ്ങള്, സ്കൂളിന്റെ സൗകര്യങ്ങള്, വിദ്യാർത്ഥികൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ വിലയിരുത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോ നമ്മളൊരു സ്കൂള് കണ്ടു എന്ന് വിചാരിക്കാം. ആ സ്കൂളിന്റെ അന്തരീക്ഷം അല്ലെങ്കിൽ ആ സ്കൂളിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. അത് ചിലപ്പോ വളരെ പാവപ്പെട്ട കുട്ടികളായിരിക്കും അവിടെ പഠിക്കാൻ വരുന്നുണ്ടാവുക. പുവർ മാനേജ്മെന്റ് ആവാം. കാരണം മാനേജ്മെന്റ് കയ്യിലധികം പൈസ ഉണ്ടാവണമെന്നില്ല. അവിടെ വരുന്ന കുട്ടികളുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സ്കൂളുകളുണ്ട്. അപ്പൊ വലിയൊരു സ്കൂളിൽ പോയി, വലിയൊരു എന്താ പറയാ, നമ്മൾക്ക് വലിയ ഒരു പബ്ലിക് ഒരു വലിയൊരു സ്കൂളിൽ ചെല്ലുമ്പോ അവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടിട്ടാണ് നമ്മൾ വേറെ ഒരു പുവർ സ്കൂളിലേക്ക് വരുന്നത്. അവിടെ നമുക്കിത് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? കമ്പാരിസൺ നടത്തും ഇൻസ്പെക്ടർ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ സ്കൂളുകളും വ്യക്തികളിൽ വ്യത്യാസം ഉള്ളതുപോലെ തന്നെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിച്ചിട്ടില്ലേ? വ്യക്തികളിൽ വ്യത്യാസം ഉള്ളതുപോലെ തന്നെ ഓർഗനൈസേഷനിലും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. സ്കൂളുകൾ തമ്മിൽ എന്ത് ചെയ്യാം? വ്യത്യാസപ്പെട്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഒരു വലിയ സ്കൂൾ കണ്ട് അതേപോലെ തന്നെ ആകണം മറ്റൊരു സ്കൂളെന്ന് വാശി പിടിക്കാനായിട്ട് പാടില്ല. സ്കൂളിന്റെ സാഹചര്യങ്ങൾ വേറെയാണ്, വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം, അവർ വരുന്ന സാഹചര്യം വേറെയാണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി വേറെയാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ എന്തും വിലയിരുത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ പുരോഗതി, പ്രോഗ്രസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് അവിടെ പറയാ, സ്കൂളിനോട് പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ സർക്കാരിൽ നിന്ന് സഹായങ്ങളൊക്കെ കിട്ടാനുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ടർ ചെയ്തു കൊടുക്കുക ഉള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ 10ാമത്തെ പോയിന്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ ആണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ എഴുത്തുപണികൾ നമ്മൾ ശ്രദ്ധാപൂർവം വിലയിരുത്തണം. അതായത് എഴുത്തുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം വിലയിരുത്തണം. സയൻസ്, അഗ്രികൾച്ചർ, ഡ്രോയിങ് പോലുള്ള പ്രായോഗികപരമായിട്ടുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റഗ്രേഷനിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ആ 11 തുടങ്ങി 13 വരെയുള്ള പോയിന്റ്സ് ഒന്ന് ആരെങ്കിലും റീഡ് ചെയ്യൂ കേട്ടോ. ഞാൻ വായിക്കാം. ആ, പ്രിൻസിപ്പൽ ഓഫ് ലീക്കേജ്. മാം കേക്കാവോ? ആ കേക്കാം. ലിങ്കേജ് ആണ് കേട്ടോ, ലീക്കേജ് അല്ല, ലിങ്കേജ്. Sorry. Linkage. Inspection should not be confined to the four walls of the school, as the school is to serve the community and intimately connected with it. The inspector should help the school to develop proper conduct with the community and to improve its relation with people. Principle of planning. Inspections must be planning in advance. They should not be a hit or miss affair. A well-planned inspection will have a set of certainly stated objectives and will contain on outline of the devices, means and procedures which are to be used in the fulfillment of these objectives. It will also include a clear outline
of the conventionalities. conventionalities, texts or textures which are to be used to the result of inspection in order to resolve the success or failure of the programs. Principle of coordination. The academic work of the corporation. Sorry, miss. The academic work of the school should be intensively checked by a panel of experts with the inspectors as chairman. Inspection should be planned in such a way as corporation of all concerned in gladly available. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ലിങ്കേജ്. ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്ത് സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയെ, സമൂഹത്തെ സേവിക്കുന്ന ഒരു സ്ഥാപനമാണ്. സമൂഹവുമായിട്ട് നല്ല ബന്ധം വളർത്താനായിട്ട് എന്ത് സഹായിക്കും? ഇൻസ്പെക്ഷൻ സഹായിക്കും. ഓക്കെ, അപ്പൊ സ്കൂളും സമൂഹവും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? ഇൻസ്പെക്ടർ സഹായിക്കുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്. അതായത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്തിട്ടുള്ള ഒന്നായിരിക്കണം. അതായത് വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് നടത്തേണ്ടത്? ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഇൻസ്പെക്ടർ ആവുമ്പോൾ അയാൾക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എയിംസ് ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള. പിന്നെ ഏതൊക്കെ രീതികൾ, ഉപകരണങ്ങൾ ഉപയോഗിക്കുമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം. ഏതൊക്കെ ഉപകരണങ്ങളാണ്, ഏതൊക്കെ രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മുൻകൂട്ടി നിശ്ചയിക്കേണ്ടതുണ്ട്. പിന്നെ പ്ലാനുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വിജയം പരാജയം വിലയിരുത്താനുള്ള പരിശോധനകളും എന്ത് ചെയ്യണം? ഉൾപ്പെടേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നല്ല ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാല് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി ആയിരിക്കണം. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലാൻ. 13ാമത്തെ പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. അതായത് ഇൻസ്പെക്ടറെ അധ്യക്ഷനാക്കി വിദഗ്ധരുടെ ഒരു സംഘം സ്കൂളിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. അപ്പോ ഇൻസ്പെക്ടർ എന്ത് ചെയ്യണം? അധ്യക്ഷനാക്കണം. എന്നിട്ട് വിദഗ്ധരുടെ ഒരു സംഘം എന്ത് ചെയ്യണം? സ്കൂളിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അധ്യാപകർ, പ്രിൻസിപ്പൽ, ജീവനക്കാർ എന്നിവരുടെ സഹകരണം ലഭിക്കുന്ന രീതിയിൽ ഇൻസ്പെക്ഷൻസ് നടത്തണം. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടെ നടത്തുന്ന ഇൻസ്പെക്ഷൻ ആണെന്ത്? മികച്ചത് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ക്വാളിറ്റി ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങളതൊന്ന് വായിക്കാം, മൈൻഡിൽ വായിച്ചാൽ മതി. ആദ്യം 14 പോയിന്റ് ഉണ്ട് കേട്ടോ, കണ്ടോ? മൈൻഡിൽ റീഡ് ചെയ്യാം കേട്ടോ.
സ്ക്രോൾ ചെയ്തോട്ടെ. മിസ്സേ 10ാമത്തെ പോയിന്റ്. 10ാമത്തെ പോയിന്റ്. ഓക്കെ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. ആദ്യത്തെ 5 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ ആരെങ്കിലും. വായിക്കാം മിസ്സേ. ഉം. Quality of good inspector. Briley suggests that the motto of an inspector should not be cheek your teachers, frighten your teachers, weaken your teachers, and examine them, but its variant, train your teachers, inspire your teacher, encourage your teachers, and trust them. First one, man of educational vision. He should be aware of new trends in education, latest techniques of education, and recent problems in the field. He should not purely appraise the academic achievements of the school, but also the all-round progress of the school should occupy his attention. Second one, man of faith. There is no use of being eager, for growth and improvement always take time. The inspector must have a far-reaching program, but putting through it, he should process it with the item. Third one, man of experiments. He must be a pathfinder. An able inspector will select a forward-look schools where the teachers and the headmaster have a progressive outlook on education and hooked with the spirit of experimentation, and will turn these schools into nurseries wearing seeds of educational reform and growth are carpeted, cared for, and their progress carefully watched and the message carried to other schools. Fourth one, man of planning. The inspector should plan his work intensively and should not begin randomly. Fifth one, man of sympathy. He should always show respect for the teacher's personality. A good inspector is one who can inspire and enthuse the teachers without domination over them like a harsh master. He should place the teachers on a footing of human equality. He should be cooperate, sympathetic, and caring. Thank you. ഇപ്പൊ ഇവിടെ ബ്രൈലി എന്ന് പറയുന്ന ആള് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം പറയുന്നേ. അതായത് നല്ല ഇൻസ്പെക്ടറുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അധ്യാപകരെ ഭയപ്പെടുത്തുകയോ ദുർബലരാക്കുകയോ കുറ്റം കണ്ടെത്തുകയോ ആയിരിക്കരുത്. അപ്പോ അധ്യാപകരെ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്രൈറ്റൻ ചെയ്യാൻ പാടില്ല, പിന്നെ വീക്കെൻഡ് ആക്കാൻ പാടില്ല, അതുപോലെ തന്നെ അവരിൽ മേല് കുറ്റം കണ്ടെത്താനും പാടില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പകരം എന്താണ് നല്ല ഇൻസ്പെക്ടർമാര് ചെയ്യേണ്ടത്? അധ്യാപകരെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കണം, അവരെ പ്രചോദിപ്പിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ വിശ്വസിക്കുകയും വേണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? ഇൻസ്പെക്ടർ ആവേണ്ടത്. ഫസ്റ്റ് വൺ, മാൻ ഓഫ് എഡ്യൂക്കേഷണൽ വിഷൻ. മാൻ ഓഫ് എഡ്യൂക്കേഷണൽ വിഷൻ എന്ന് പറഞ്ഞാല് പുതിയ വിദ്യാഭ്യാസ പ്രവണതകള്, പുതിയ അധ്യാപന രീതികള്, പിന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ പ്രശ്നങ്ങൾ എന്നിവയെ കുറിച്ച് അറിവുള്ള വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? പുതിയ ടീച്ചിങ് മെത്തേഡുകള്, പിന്നെ എഡ്യൂക്കേഷൻ ട്രെൻഡിങ്സ്, അതുപോലെ തന്നെ പുതിയ പ്രശ്നങ്ങള് ഇവയെ കുറിച്ച് അറിവുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ പരീക്ഷാ റിസൾട്ടുകൾ മാത്രം നോക്കാതെ സ്കൂളിന്റെ സമഗ്ര വികസനവും വിലയിരുത്തുന്ന വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? മാൻ ഓഫ് ഫെയ്ത്ത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പറയാൻ പറ്റുമെന്ന്. Man of faith. There is no use of being eager for growth and improvement. Always take time. The inspector must have a far-reaching program, but put through it, he should proceed with them. ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒരു വിജയം കൈവരിക്കാം എന്നുള്ള ലക്ഷ്യത്തില് അല്ല, ഇത് സമയമെടുത്ത് നമ്മുടെ ഗ്രോത്തും ഇംപ്രൂവ്മെന്റും എടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ദീർഘവീക്ഷണമുള്ള ആളായിരിക്കണം അല്ലെ? ആണോ? ദീർഘവീക്ഷണമുള്ള ആളായിരിക്കണം. സ്കൂളിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ മുൻകൂട്ടി കാണണം. അതായത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഉണ്ടാവണം ഒന്നല്ല.
കുറേയധികം സമയം എടുത്തിട്ടാണ് നമുക്ക് വികസനം ഉണ്ടാവുക. അല്ലെ, ഏത് കാര്യങ്ങളായാലും അങ്ങനെയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. പെട്ടെന്ന് ധൃതി പിടിച്ച് ഇപ്പൊ തന്നെ എനിക്ക് മല മറിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോ സ്കൂളിന് എന്ത് ചെയ്യണം? ആവശ്യത്തിന് സമയം കൊടുക്കണം. അപ്പൊ വളർച്ചയും പുരോഗതിയും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകില്ല. അതിനാൽ ഇൻസ്പെക്ടർ ക്ഷമയോടെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. പിന്നെ ദീർഘകാല ലക്ഷ്യങ്ങള്, പദ്ധതികള് ഇവയൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യണം. അതാണ് മാൻ ഓഫ് ഫെയ്ത്ത് വരുന്നത് കേട്ടോ. ദെൻ മാൻ ഓഫ് എക്സ്പെരിമെന്റ്. മാൻ ഓഫ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ പുതിയ വഴികൾ കണ്ടെത്തുന്ന വ്യക്തിയായിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിയായിരിക്കണം. പുരോഗമന ചിന്തയുള്ള സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കണം. പുതിയ അധ്യാപന രീതികളും പരീക്ഷണങ്ങളും പ്രോത്സാഹിപ്പിക്കണം. വിജയകരമായിട്ടുള്ള പുതിയ ആശയങ്ങൾ മറ്റു സ്കൂളുകളിലേക്ക് എത്തിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യേണ്ടത്? ഇൻസ്പെക്ടറാണ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞോളൂ. മാൻ ഓഫ് എക്സ്പെരിമെന്റിൽ ഒന്ന് പറഞ്ഞു തരുമോ? മാൻ ഓഫ് എക്സ്പെരിമെന്റ്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. കേട്ടില്ലായിരുന്നോ? ഇല്ല, എനിക്ക് കട്ടായി പോവായിരുന്നു. അതായത് പുതിയ വഴികൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പിന്നെ പുരോഗമന ചിന്തയുള്ള സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരിക്കണം. പിന്നെ പുതിയ അധ്യാപന രീതികള്, പരീക്ഷണങ്ങള് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ പുതിയ ആശയങ്ങള് മറ്റ് സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ സ്കൂളിന് വേണ്ടി കണ്ടെത്തുന്ന, ഐഡന്റിഫൈ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതാണ് മാൻ ഓഫ് എക്സ്പെരിമെന്റ്. മാൻ ഓഫ് പ്ലാനിങ് ഉണ്ട്. മാൻ ഓഫ് പ്ലാനിങ് എന്താണ്? മാൻ ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ തന്റെ ജോലി മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ധൃതി പിടിച്ച് നടത്തേണ്ട ഒന്നല്ല ഇൻസ്പെക്ഷൻ. നേരത്തെ തന്നെ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. പിന്നെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ജോലി ആരംഭിക്കാനും പാടില്ല. പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ഇൻസ്പെക്ടർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മാൻ ഓഫ് പ്ലാനിങ്. ദെൻ അടുത്തതാണ്, അഞ്ചാമത്തെ പോയിന്റ് ആണ് മാൻ ഓഫ് സിമ്പതി. മാൻ ഓഫ് സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അധ്യാപകരെ ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കണം. അധ്യാപകരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കണം. അധ്യാപകരെ കൺട്രോൾ ചെയ്യാതെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ എല്ലാ അധ്യാപകരെയും ഒരുപോലെ കാണുന്ന വ്യക്തിയായിരിക്കണം. അവരോട് സഹകരണ മനോഭാവവും സഹാനുഭൂതിയും കരുതലുകളും കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ബഹുമാനം, അതുപോലെ തന്നെ കോപ്പറേഷൻ, കെയറിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് ഉണ്ടായിരിക്കണം? ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇന്ന് 3 എടുത്താൽ മതി. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് മൺഡേ എടുക്കാം. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സൈൻ ഔട്ട് ഉണ്ടോ? മിസ്സേ, ഞാൻ പറയാം. Thank you all for your active participation and support. Your presence made today's class successful and meaningful. Once again, thank you everyone. താങ്ക് യു സോ മച്ച്. താങ്ക് യു നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. താങ്ക് യു. ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ. നാളെ ജിഷ ടീച്ചറുടെ ക്ലാസ് ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടാവില്ല. പകരം രാത്രി 7:30 ക്ലാസ് കേട്ടോ. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വന്നായിരുന്നോ? ഓക്കെ, ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.